കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിലെ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുൻപത്തെയും നിലവിലെയും വ്യവസായ വകുപ്പ് സെക്രട്ടറിമാർക്കെതിരായ കോടതിയലക്ഷ്യ നടപടി തുടരണമോ എന്നാണ് സിംഗിൾ ബെഞ്ച് തീരുമാനമെടുക്കുക. മുൻ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന്റെയും ഇപ്പോഴത്തെ സെക്രട്ടറി കെ ബിജുവിന്റെയും മാപ്പപേക്ഷ അംഗീകരിച്ചാൽ ഇരുവരെയും കോടതിയലക്ഷ്യ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയേക്കും. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, ഇന്നും കൂടുതൽ നടപടികളിലേക്ക് കോടതി കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും തുടർ നടപടികൾ? തീർച്ചയായിട്ടും കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിലുമായി ബന്ധപ്പെട്ട ഈ കെ ബിജു, സെക്രട്ടറിയായിട്ടുള്ള കെ ബിജു വലിയ രീതിയിലുള്ള ഒരു കുരുക്കിലേക്കാണ് ചെന്നപ്പെട്ടിരുന്നത്. ആ കുരുക്ക് ഇനി എത്രത്തോളം ഇന്നു മുതൽ അഴിഞ്ഞു തുടങ്ങുമോ എന്നുള്ളത് നമുക്ക് ഇന്നറിയാൻ കഴിയും. കാരണം അവരുടെ കോടതി അലക്ഷ്യ ഹർജിയിലെ ഇന്ന് പരിഗണിക്കുകയാണ്. അവർക്കെതിരെയുള്ള കോടതി അലക്ഷ്യ ഹർജി തുടരണമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് ഒഴിവാക്കണമോ, മാപ്പപേക്ഷ പരിഗണിച്ച് ഇന്ന് ഒഴിവാക്കണമോ എന്നടക്കം ഇന്നാണ് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, കശുവണ്ടി കോർപ്പറേഷൻ കേസിലെ പ്രതികളായിട്ടുള്ള മുൻ ചെയർമാൻ R ചന്ദ്രശേഖർ, മുൻ MD K രതീഷ്, ഇവരെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ്, ആ ഉത്തരവിലാണ് കോടതിക്കെതിരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങളും കോടതിയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളും വിമർശനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അത് കോടതിയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. അത് മാറ്റി പുതിയ ഉത്തരവ് സമർപ്പിക്കണമെന്നായിരുന്നു നൽകിയിരുന്നത്. അതുപ്രകാരം കോടതി അലക്ഷ്യ നടപടികളിലേക്കും നീങ്ങിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശത്തെ തുടർന്ന് പുതിയ ഉത്തരവ് സമർപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അതിൽ ഈ കോടതിയെ വിമർശിക്കുകയും അതുപോലെ തന്നെ കോടതിക്കെതിരെയുള്ള കോടതി അധികാര പരിധിയെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പാടെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് നൽകിയിരുന്നത്. ഒപ്പം തന്നെ ഒരു സത്യവാങ്മൂലവും ഇത് സംബന്ധിച്ചൊരു മാപ്പപേക്ഷയുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോടതി അന്തസ്സിന് തകർക്കുന്ന രീതിയിലുള്ള നടപടിയല്ല ഉണ്ടായത്. അതുപോലെ തന്നെ മാപ്പും അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സത്യവാങ്മൂലമാണ് നൽകിയിരുന്നത്. അത് പരിഗണിച്ച് ഒരുപക്ഷെ ഈ കോടതി അലക്ഷ്യ ഹർജികൾ ഒരുപക്ഷെ ഇന്ന് അതിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇത് പരിഗണിച്ചുകൊണ്ട്, ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ബിജു അടക്കമുള്ളവർക്ക് എതിരെയുള്ള കോടതി അലക്ഷ്യ നടപടികൾ ഒരുപക്ഷെ ഇന്ന് ഒഴിവാക്കാനാണ് സാധ്യത. ഏതായാലും ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കത്തിനേറ്റൊരു തിരിച്ചടി തന്നെയായിരുന്നു കോടതിയുടെ ഈ നടപടി. ഏതായാലും ഇന്ന് അത് സംബന്ധിച്ച ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതെ, കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് വലിയ കുരുക്കിലേക്ക് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എത്തിയത്. പിന്നീട് അത് തിരുത്തിയൊക്കെ കൊടുക്കുകയാണ് ഉണ്ടായത്. കോടതി നടപടികളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള നീക്കം സർക്കാർ നടത്തി. എന്തായാലും അതിൻ്റെ തുടർ നടപടികൾ ഇന്ന് കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് മിഥുൻ അയ്യപ്പൻ നൽകിയത്.